ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ CSEB എക്സാം അടുക്കാറായി. ഇന്ന് കോപ്പറേഷൻ ഭാഗത്തിലെ മൊഡ്യൂൾ 1 ആണ് എടുക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 കോപ്പറേഷൻ എടുക്കാൻ പോവുകയാണ്. The cooperative sector has been playing a distinct and significant role in the process of socio-economic development of the state with a special focus on rural popular and their livelihood. കോപ്പറേഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നല്ലൊരു റോൾ വരുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ എക്സാമിന് വരുന്നത് മാത്രം പറയാം. കൂടുതൽ പറയാൻ നിന്നാൽ ടൈം പോവും. നെറ്റ് ഇതിന് നല്ല ആവശ്യമാണ്. അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സഹകരിക്കുക. കോപ്പറേഷൻ ഈസ് എ പ്രാക്ടിക്കൽ എക്കണോമിക് സിസ്റ്റമാണ്. പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്കണോമിക് സിസ്റ്റമാണ്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഹാപ്പി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. നെക്സ്റ്റ് പോയിൻ്റാണ് ഹാപ്പി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ എഴുതി വയ്ക്കുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അടുത്ത ഒരു പോയിൻ്റാണ് എക്കണോമിക് മിറാക്കിൾ ഓഫ് ദ ലാസ്റ്റ് സെഞ്ച്വറിയാണ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് മിറാക്കിൾ ഓഫ് ദ ലാസ്റ്റ് സെഞ്ച്വറി. അപ്പോൾ ഇതും ഓർത്തേക്കുക. കോപ്പറേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് മിറാക്കിൾ ഓഫ് ദ ലാസ്റ്റ് സെഞ്ച്വറിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോപ്പറേഷൻ സർവ് ആസ് ആൻ ഓർഗനൈസേഷണൽ ഇൻസ്ട്രുമെൻ്റ് ഫോർ ദ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. കോപ്പറേഷൻ എന്തിനു സഹായിക്കുന്നു? കോപ്പറേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഇൻസ്ട്രുമെൻ്റാണ്. ഓർഗനൈസേഷണൽ ഇൻസ്ട്രുമെൻ്റാണ് എന്തിനുള്ളത്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷണൽ ഇൻസ്ട്രുമെൻ്റായിട്ട് കോപ്പറേഷൻ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് കോപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡായ കോപ്പററി എന്നാണ്. ലാറ്റിൻ വേർഡ് കോപ്പററി എന്ന വാക്കിൽ നിന്നാണ് കോപ്പറേഷൻ എന്ന വാക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വർക്ക് ടുഗദർ എന്നാണ്. വർക്ക് ടുഗദർ. മാക്സിമം ഇത് നന്നായി പഠിക്കുക. നെക്സ്റ്റ് വർക്കിംഗ് ടുഗദർ എന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിൻ്റെ
ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷനാണ് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. പിന്നെ പോയിൻ്റ് മാത്രമേ കേട്ടോ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ കൊട്ടേഷൻ പഠിക്കുമ്പോൾ കുറേ പേരുടെ കൊട്ടേഷൻ തന്നിട്ടുണ്ട്, അത് കാണാതെ പഠിക്കണം. അല്ലെങ്കിൽ അടുത്ത ഓരോ വേർഡ് കണ്ടാലെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്നപ്പം അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു.